നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഉപഭോക്താക്കൾ കാത്തിരുന്ന ആ നിർണായക പ്രഖ്യാപനം സർക്കാർ നടത്തിക്കഴിഞ്ഞു. 2026 പെൻഷൻ മസ്റ്ററിംഗ് പ്രക്രിയകൾക്ക് സംസ്ഥാനത്തെ തുടക്കമാവുകയാണ്. പെൻഷൻ മുടങ്ങാതെ നിങ്ങളുടെ കൈകളിൽ കൃത്യമായി എത്തിച്ചേരാൻ ഈ മസ്റ്ററിംഗ് അനിവാര്യമാണ്. എന്താണ് മസ്റ്ററിംഗ്? ആരെല്ലാമാണ് ഇത് ചെയ്യേണ്ടത്? എപ്പോഴാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്? ഇതിനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. അവയ്ക്കെല്ലാം കൃത്യമായ മറുപടി ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക, പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവയ്ക്കുക. എന്താണ് മസ്റ്ററിംഗ്? ആർക്കൊക്കെയാണ് ആവശ്യം? ആദ്യം തന്നെ എന്താണ് മസ്റ്ററിംഗ് എന്ന് ലളിതമായി പറയാം. പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാർ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഔദ്യോഗിക സാക്ഷ്യപ്പെടുത്തലാണ് മസ്റ്ററിംഗ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വിതരണം ചെയ്യുന്ന വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, ഒപ്പം 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതർക്കായുള്ള പെൻഷൻ എന്നിവ വാങ്ങുന്നവരും അതുപോലെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്നവരുമായ എല്ലാവരും ഈ മസ്റ്ററിംഗ് നിർബന്ധമായി ചെയ്തിരിക്കണം. സഹകരണ ബാങ്കുകൾ വഴി വീട്ടിൽ നേരിട്ട് പെൻഷൻ തുക ലഭിക്കുന്നവരാണെങ്കിൽ പോലും അവരും മസ്റ്ററിംഗിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ കഴിയുകയില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇതിനുള്ള സമയപരിധി എന്നാണ്? സർക്കാർ ഉത്തരവ് പ്രകാരം 2026 ജൂലൈ 17 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് ഈ വർഷത്തെ മസ്റ്ററിംഗിനായി അനുവദിച്ചിരിക്കുന്ന സമയം. 2025 ഡിസംബർ 31 ശേഷം പെൻഷൻ അനുവദിച്ചിട്ടുള്ളവർക്ക് ഈ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. അതായത് 2025 ഡിസംബർ 31 ശേഷം, അതായത് 31 മുൻപ് ഉള്ളവരെല്ലാം മസ്റ്ററിംഗ് ചെയ്യണം. 31 ശേഷം പെൻഷൻ അനുവദിച്ചവർക്ക് ഈ മസ്റ്ററിങ്ങിൻ്റെ ആവശ്യമില്ല. അല്ലാതെ എല്ലാവരും ഇത് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. നിലവിൽ നിങ്ങൾ സേവന പെൻഷനിൽ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്ന് മാത്രമായിരിക്കും കാണിക്കുക. കാരണം 2026 മസ്റ്റർ നിങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്ന് കാണുന്നത്. അതിൽ പരിഭ്രാന്തരാകേണ്ടതില്ല. കാരണം ഈ നിശ്ചിത സമയത്തിനുള്ളിൽ വേണം നാം ഇത് പൂർത്തിയാക്കാൻ. അപ്പോൾ ഓർക്കുക, സെപ്റ്റംബർ 30 മസ്റ്ററിംഗ് നടത്തിയില്ല എങ്കിൽ വരാനിരിക്കുന്ന നവംബർ മാസം മുതൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. അതിനാൽ അവസാന ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാതെ എത്രയും വേഗം ഇത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇനിയും ഇത് എങ്ങനെ ചെയ്യണം, എന്തെല്ലാം രേഖകളാണ് ഇതിന് വേണ്ടത് എന്ന് നോക്കാം. എങ്ങനെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്? കേരളത്തിലെ അംഗീകൃത അക്ഷയ സെന്ററുകൾ വഴി മാത്രമാണ് നിലവിൽ മസ്റ്ററിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതായത് CSC സെന്ററുകൾക്ക് ഈ അനുവാദം കൊടുത്തിട്ടില്ല. മറ്റ് കോമൺ സർവീസ് സെന്ററുകളെയോ തദ്ദേശ സ്ഥാപനങ്ങളോ വഴി നേരിട്ട് ഇത് ചെയ്യുവാൻ കഴിയില്ല എന്നർത്ഥം. കേരളത്തിലെ ഏതെങ്കിലും ഒരു അക്ഷയ സെന്റർ, അതായത് അംഗീകാരമുള്ള അക്ഷയ സെന്റർ ആയിരിക്കണം. നിങ്ങളുടെ വീടിനടുത്തുള്ള അക്ഷയ കേന്ദ്രം തന്നെ ചെയ്യണമെന്നില്ല. കേരളത്തിലെ ഏത് ഭാഗത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയും നിങ്ങൾക്ക് മസ്റ്ററിങ് ചെയ്യാവുന്നതാണ്. ഇതിനായി പെൻഷൻ വാങ്ങുന്ന വ്യക്തി നേരിട്ട് തന്നെ അക്ഷയ കേന്ദ്രത്തിൽ എത്തേണ്ടതുണ്ട്. ബയോമെട്രിക് സംവിധാനം വഴി ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ വിരലടയാളമോ അല്ലെങ്കിൽ കൺപീലിയുടെ ഐറിസ് സ്കാനിങ്ങോ ഉപയോഗിച്ചാണ് ആധാർ വിവരങ്ങളുമായി ഒത്തുനോക്കി ഇത് പൂർത്തിയാക്കുന്നത്. കയ്യിൽ കരുതേണ്ട രേഖകൾ: പ്രധാനമായും നിങ്ങളുടെ ആധാർ കാർഡ് കയ്യിൽ കരുതുക. ഒപ്പം നിങ്ങളുടെ പെൻഷൻ ID ഉണ്ടെങ്കിൽ അതും കയ്യിൽ കരുതുക. ഈ പ്രക്രിയകൾ അപ്പോൾ വേഗത്തിൽ ആക്കുവാൻ സാധിക്കും. പെൻഷൻ ID അറിയാത്തവർക്ക് സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിന്നും അത് കണ്ടെത്താവുന്നതാണ്. മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാകുന്നതോടെ സേവന പെൻഷൻ സൈറ്റിൽ അത് അപ്ഡേറ്റ് ആവുകയും നിങ്ങളുടെ മൊബൈലിലേക്ക് സന്ദേശം വരികയും ചെയ്യും. ഇതിനായി അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങൾ യാതൊരു തുകയും നൽകേണ്ടതില്ല. ഈ സേവനം തികച്ചും സൗജന്യമാണ്. ഇനി ചില സവിശേഷ സാഹചര്യങ്ങളിലേക്ക് വരാം. വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ കാരണമോ കിടപ്പ് രോഗിയായതിനാലോ അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ടെത്താൻ കഴിയാത്തവർ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവർ നിങ്ങളുടെ അടുത്തുള്ള ബന്ധുക്കൾ വഴി
തങ്ങൾ പെൻഷൻ പറ്റുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സ്ഥാപനങ്ങളിൽ വിവരം മുൻകൂട്ടി അറിയിക്കണം. അധികൃതർ അത്തരം ഗുണഭോക്താക്കളുടെ വീട്ടിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു പ്രശ്നം ബയോമെട്രിക് പരാജയപ്പെടുന്നതാണ്. വിരലടയാളം പതിയാത്തത് കൊണ്ടോ ആധാർ വിവരങ്ങളിലെ വ്യത്യാസം കൊണ്ടോ മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളവർ ഒരു ഗസറ്റഡ് ഓഫീസറിൽ നിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നോ ഉള്ള ലൈഫ് സർട്ടിഫിക്കറ്റ്, അതായത് ജീവിച്ചിരിപ്പുണ്ടെന്ന് സാക്ഷ്യപത്രം വാങ്ങി തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ചാൽ മതിയാകും. അതുപോലെ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന 60 വയസ്സിനും താഴെയുള്ളവർ മസ്റ്ററിംഗ് പുറമെ തങ്ങൾ പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് കൂടി എല്ലാ വർഷവും ഡിസംബറിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതുണ്ട്. എന്നാൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. മസ്റ്ററിംഗ് മാത്രം മതിയാകുന്നതാണ്. നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്കും പെൻഷൻ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവർക്കും ഈ തുക എത്രത്തോളം വലുതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സാങ്കേതികമായ കാരണങ്ങളാൽ ആർക്കും ഈ ആനുകൂല്യം നഷ്ടമാകരുത്. നിങ്ങളുടെ വീട്ടിലോ അയൽപക്കത്തോ പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഈ വിവരങ്ങൾ അവരിലേക്ക് എത്തിക്കുക. 2026 സെപ്റ്റംബർ 30 എന്ന അവസാന തീയതി കൃത്യമായി ഓർമ്മിക്കുക. പെൻഷൻ സംബന്ധമായ വെബ്സൈറ്റ് ലിങ്കുകളും മറ്റു വിവരങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നുവെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. മറ്റൊരു പ്രധാന വിവരവുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.